എല്ലാം ഒന്നും രോഗമല്ല. ഇനി രോഗമാണെങ്കിൽ തന്നെ, രോഗമല്ലെങ്കിൽ തന്നെ, യൂസ് ദ നെയിം. ഫിലിപ്പോസിന്റെ വിജയത്തിന്റെ ഒരു താക്കോൽ, ഫിലിപ്പോസ് യേശുവിനെ മാത്രമേ പറയത്തുള്ളൂ. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ മാത്രമേ ഉയർത്തത്തുള്ളൂ. നിനക്കൊന്നും പറയാനില്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറ. അയ്യോ ഭയങ്കര പ്രതികൂലമാണെന്ന് പറയല്ലേ, യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. അയ്യോ ഞാൻ ഭയങ്കര ഒറ്റയ്ക്കാന്ന് പറയല്ലേ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. ആകയാൽ കർത്താവ് എനിക്ക് തുണ എന്ന് പറ. ഞാൻ പേടിക്കത്തില്ലെന്ന് പറ. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് പറ. ഫിലിപ്പോസിനെ കുറിച്ച് വായിക്കുകയാണ്, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആ സഭാഹോളിൽ ഉണ്ടായെന്നല്ല, പട്ടണത്തിൽ, ഒരു പട്ടണത്തെ മുഴുവൻ തിരിച്ചു കളഞ്ഞു. അപ്പസ്തലനല്ല, മേശമേൽ ശുശ്രൂഷ ചെയ്യാൻ അവർ കൈവച്ചതാ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ അന്യഭാഷകളെ സംസാരിക്കണമെന്ന്, വചനം വിശ്വസിക്കണമെന്ന്, ഡിക്ലെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഒരു ബേസ് ലെവലിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ഒരു ഹയർ ലെവലിലേക്ക് പോകണം. 2026 യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൈകളാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവം ചെയ്യും. നമ്മൾ ഈ അലർജി എന്ന് പറഞ്ഞ് മരുന്നും ഇഞ്ചക്ഷനും എടുക്കുന്നതിന് പകരം ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയണം.